കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു റീല് കാണാനിടയായി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കിയാലാണ് ഈ ഒരു റീല് പിടിച്ചത്. എന്നാ പറയണ്ടേ, ലൈവായിട്ട് ആ പെൺകുട്ടിയുടെ ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് ലൈവായിട്ട് റീല് പിടിച്ചത്. അപ്പോൾ ആ റീല് നോക്കി നിന്ന ചേട്ടനാണ് അതിൻ്റെ സ്ഥലത്ത് പെട്ടുപോയത്. അപ്പോൾ ആ ചേട്ടൻ മൊബൈലിലേക്കാണ് നോക്കുന്നത്. പക്ഷേ മൊബൈലിലേക്കാണോ മറ്റേതേക്കാണോ എന്നുള്ളത് ആ ചേട്ടനോട് ചോദിച്ചാലേ മനസ്സിലാവുക. കാരണം വെച്ചാൽ എങ്ങനെയായാലും രണ്ടും കാണാനിടയുണ്ട്. കണ്ടൻറ് ക്രിയേറ്ററായ പെൺകുട്ടി ആ ഭാഗം കാണിച്ച് നിൽക്കുന്നതുകൊണ്ട് ചേട്ടൻ ചിലപ്പോൾ നോക്കിയെന്ന് പറയാം. നമുക്ക് ആയാലും എന്നാ പറയണ്ട, അങ്ങനത്തെ ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ഭാഗമൊക്കെ കാണിച്ചാൽ നോക്കാതിരിക്കില്ല ആരും. കാരണം കണ്ണുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ. കണ്ണെന്തിനാ വെച്ചിരിക്കുന്നത് കാണാനല്ല. പക്ഷേ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണേ. എല്ലാവരും പുണ്യാളന്മാരൊന്നുമല്ലല്ലോ. എന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. പുള്ളി നോക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്, പുള്ളി നോക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിക്ക് ആ ഒരു റീല് ചിത്രീകരിച്ചിട്ട് പുള്ളി ആ ഫോണിലോട്ട് നോക്കി. അപ്പോൾ ഫോണിലോട്ട് നോക്കുമ്പോൾ എന്നാണ് കാണുക, ആ ഭാഗത്തേക്കുള്ള കണ്ണിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ ആ ശരീരഭാഗത്തേക്കാണ് വരിക. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നാ പറയണ്ടേ സംഭവിച്ചിട്ടുണ്ടാവുക. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരാൾ ഫോണ് പിടിക്കുമ്പോൾ, പിന്നെ ഒരു പെൺകുട്ടി ഫോണ് പിടിക്കുമ്പോൾ എന്തായാലും ആ ഭാഗത്തേക്ക് അവർ നോക്കൂല. പക്ഷേ ആ ഒരു റീല് നോക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ എന്തിനാണ് ഇത് പിടിക്കുന്നത്. അപ്പോൾ ഒന്നിനും ഒരു വിധേയത്വമുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഗത്താണ് ആൾക്കാർ കൂടുക, പെൺകുട്ടികളുടെ ഭാഗത്താണ് ആൾക്കാർ കൂടുക. അത് മുന്നേ ഉള്ളൊരു കാര്യമാണ്. നേരെ മറിച്ച് ഒരു ആൺകുട്ടിക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ, പീഡനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. ആ ചെക്കൻ്റെ ഇതാണ്, അതാ ചെക്കൻ്റെ കേസ്, അത് നിങ്ങൾ വിട്ടേക്കും. ആ പെൺകുട്ടിയുടെ കേസ് എടുത്ത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ കേസ് എന്ന് സ്ഥാനം ഇവർക്കേ ഉള്ളൂ. അതിന് ഇവരെന്ത് കച്ചറ പരിപാടിയും കാണിക്കും. പിന്നെയെന്ന് വെച്ചാൽ കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളെ പോലുള്ളവർ ചെയ്യുന്ന കാണുന്നില്ല. ഓരോ വീഡിയോസ് കണ്ടിട്ട് ഓരോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ ഇവർ പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത്രമാത്രമേ ഇപ്പോൾ എന്നാ പറയണ്ടേ, എനിക്ക് തോന്നിയൊരു കാര്യം അങ്ങനെയാണ്. കാരണം അല്ലാണ്ട് ഇമാതിരി കൂറ പരിപാടിയൊന്നും ചെയ്യാൻ നിൽക്കില്ല. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ബസ് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരെ അഥവാ അബദ്ധത്തിൽ മുട്ടിപ്പോയാലൊക്കെ എന്തായാലും തീർന്നു. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കേസൊക്കെ ആയിട്ട് വളരെ കാലം അകത്ത് കിടക്കേണ്ടതൊക്കെ കേസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും പോകാതിരിക്കുക. പ്രത്യേകിച്ച് ആ ചേട്ടൻ എന്തായാലും ആ ഓണം തൂക്കി. എന്തായാലും പറഞ്ഞാൽ അയാളുടെ ആ ഒരു വീഡിയോ ആ കുടുംബത്തിലടക്കമുള്ള ബന്ധുക്കളും കുടുംബത്തിലടക്കമുള്ള ആൾക്കാർ മൊത്തം കണ്ടിട്ടുണ്ടാവും. മക്കളുടെ മക്കൾ, ഭാര്യയുടെ ഭാര്യ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആകെ നാണക്കേടായി. അയാൾക്ക് ഏത് നേരമോ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കാൻ തോന്നിയതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. കാരണം വെച്ചാൽ ആണുങ്ങളെന്ന് വെച്ചാൽ എവിടെയും പെടുന്നതാണ്. കാരണം വെച്ചാൽ നല്ല മനസ്സിൽ ഒരു കളങ്കമില്ലാത്ത ആൾക്കാർ വരെ പിന്നെ എന്നാ പറയണ്ടേ ജയിലിൽ